എന്തായാലും ഈ ഒരു വർഗീയ പരാമർശത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായി ചേരുകയാണ് റിനു ശ്രീധർ. റിനു, ഈ പച്ചയ്ക്ക് പറയുന്ന വർഗീയത, അതിൽ മറ്റു കക്ഷികളൊക്കെ അവരുടെ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിനെ സംബന്ധിച്ച് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികളും ആക്ഷേപങ്ങളുമാണ് ഉയർന്നു വന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള രത്തൻ യു ഖേൽക്കർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറോടാണ് ഈ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിയമപരമായിട്ടുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും എല്ലാ കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കം ശേഖരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.